ഞാനിത് 2 പഴുത്ത നേന്ത്രപ്പഴമായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വായിൽ ഇങ്ങനെ കറ ചോയ്ക്കുന്ന ഒരു പോലെയാവേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നീളത്തിൽ ഞാൻ 3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം തിന്നാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ചൊരു കട്ടിയാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ അത്യാവശ്യം കനത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ അംഗങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ കനമൊക്കെ കുറയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ 6 മതി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ മൈദ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്തത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് ഞാൻ ചില സമയത്ത് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് മധുരം ചേർക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയെടുത്തേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സോഡാപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് നമ്മളെ കയ്യിൽ ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് 1-2 മണിക്കൂർ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ട് കിട്ടും. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ. പഴംപൊരി കേരളത്തിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ട് പറയുന്നതൊക്കെ പഴംപൊരി ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം നമുക്കത് ഭയങ്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ ചായക്കടയിലും എല്ലായിടത്തും പഴംപൊരി ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് പല വെറൈറ്റി ചെയ്തെടുക്കാം. അരിപ്പൊടി മാത്രമായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ട് കിട്ടും. പിന്നെ മൈദ മാത്രമായിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്തത്. പിന്നെ ബാറ്ററൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ചേർക്കാതെയും ഉപ്പ് മാത്രം ചേർത്തിട്ട് പിന്നെ നല്ല മധുരം ചേർത്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പഴംപൊരിയിൽ മുട്ടയുടെ വെള്ളം ചേർത്തിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി കിട്ടും. നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പക്ഷേ ഈ വെജായിട്ടുള്ളവർക്ക് അത്ര ഒരു പറ്റില്ലല്ലോ മുട്ട ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വെറൈറ്റിയിലൊക്കെയാണ് പഴംപൊരിച്ച ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.